പക്ഷെ അശ്വന്ത് കോക്കിനെ വിളിക്കാത്തതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. അല്ലടോ, കോക്ക് മാത്രമല്ല, ചെകുത്താൻ ഇതേപോലെയുള്ള ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. കോക്കും ഞാൻ പോവാണ്, ഇതിനെ കാണുന്നത് ലുലു മാളില് തുണിയില്ലാതെ നടക്കുന്നതായിരിക്കും. എനിക്കറിയത്തില്ല ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ചവറ് പരിപാടിക്ക് പോകണം. കാണുമ്പോൾ ഗതികേട് വേറെ ഒന്നുമില്ല. അലിൻ ജോസ് നല്ലൊരു കാൻഡിഡേറ്റ് ആവണമായിരുന്നു ബിഗ് ബോസിനകത്ത്. കാരണം ഒരുപാടുണ്ട്. അലിൻ ജോസ്, ഞാൻ പറയട്ടെ, അലിൻ ജോസ് എനിക്ക് റിയാലിറ്റിയിൽ എനിക്കറിയാവുന്ന ഒരാളാണ്, റീലല്ലാതെ. പാട്ട് പ്ലേ ചെയ്യണ്ട, പുള്ളി പാടിക്കോളും. മ്യൂസിക്കിന് കാശ് കൊടുക്കണ്ട, ബിഗ് ബോസിന് സുഖമാണ്. മോഹൻലാലിന് വരെ മ്യൂസിക് അയാൾ ഇട്ട് കൊടുക്കും. ഇത്രയ്ക്ക് നല്ല കണ്ടസ്റ്റന്റ് വേറെ ആരും കിട്ടണ്ട. ബിഗ് ബോസ് വരരുത്. കാരണം എന്താ അറിയാമോ, പുള്ളി മാത്രമേ സന്തോഷിനെ കാണുന്നുള്ളൂ. അല്ലാത്തുള്ള വീഡിയോസ് ഒക്കെ പറയണ്ടല്ലോ, പുള്ളി ഒരു ഫിലോസഫറാന്ന് പറയണ്ടല്ലോ. സ്വയം പറയുന്നുണ്ട് ഫിലോസഫറാണ്. അശ്വന്ത് കോക്ക് ഒന്നൊക്കെ ഇടുമായിരിക്കും. പക്ഷെ അശ്വന്ത് കോക്കിന് പേടിയല്ലേ? അല്ല, പുള്ളി പറഞ്ഞു വേണ്ടെന്ന്. ചെകുത്താനായിരുന്നെങ്കിൽ മോഹൻലാൽ എങ്ങനെ ഫീസ് ചെയ്യും? അയ്യോ, വേറൊരു കാര്യമുണ്ട്, പുള്ളി കെട്ടിപ്പിടിക്കും. ലാലേട്ടൻ കെട്ടിപ്പിടിക്കും. ലാലേട്ടൻ തിരിച്ച് റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും. എന്ത് തോന്നുന്നു? ലാലേട്ടൻ പറയായിരിക്കും, മന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാത്ത എന്തുകൊണ്ട്? ഞാൻ ബിഗ് ബോസ് കാണാറേ ഇല്ല. കാണാറില്ലേ? നമ്മുടെ മലയാളി ഹൗസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. മലയാളി കൂട്ടുകാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടതാ. സന്ദീപ് മേനോൻ, സാൻഡി, അതിന്റെ കൂട്ടുകാരതാ, അതുകൊണ്ട് കണ്ടതാ. മാത്രമല്ല രാവിലെ ഇച്ചിരൊക്കെ പണ്ട് അടിപൊളിയായിരുന്നു. ഈ ചളി ബിഗ് ബോസിനെ പോലെ ഒന്നും ആയിരുന്നില്ല, അത് അടിപൊളിയായിരുന്നു. അല്ല, അങ്ങനെ ഒരു എതിർപ്പ് തോന്നാനുള്ള ഒരു കാരണം നമ്മൾ കണ്ടാലേ അറിയത്തുള്ളൂ. കണ്ടിട്ടില്ല, കണ്ട ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇന്നേരെ കണ്ടിട്ടില്ല, അത് കാണാൻ ശ്രമിക്കണമില്ല, കാണാൻ തോന്നുന്നില്ല. നമ്മൾ ഈ കട്ടൊക്കെ കാണുവേ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കട്ടൊക്കെ കാണും. അതല്ലാതെ എനിക്ക് എന്റെ ഓർമ്മ സാബുമോൻ പറഞ്ഞ സാധനം എനിക്ക് ഇപ്പോഴും ഓർമ്മയിലേക്ക് ഇങ്ങനെ തൊരത്തിടിക്കും അങ്ങനെ സാധനമൊന്നുമില്ല. അങ്ങനെയുള്ള വൈറൽ കട്ട് മാത്രമേ കാണുന്നുള്ളൂ, പരിപാടി കണ്ടിട്ടില്ല ഇന്നുവരെ. മലയാളി ഹൗസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു കണ്ടന്റാണ് വരുന്നത്. മലയാളി ഹൗസ് കാണുന്ന ആ പ്രായത്രേ ഉള്ളൂ, എന്ന് കുറച്ച് മെച്ചോടാ. അതുകൊണ്ട് ഇതൊന്നും കാണാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവിക്കാന്ന് അറിയാനുള്ള ഒരു മലയാളിയുടെ ത്വര, ആ ത്വരയെ ഉപയോഗിച്ചുള്ള ഒരു പരിപാടി, അത്രേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് കയറുന്നോണ്ട് ഭയങ്കര ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് ബിഗ് ബോസ് പോവാന്നുള്ള. എന്തിന് ഞാൻ പോകത്തൊന്നുമില്ലേ? നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ പോവാ? ഞാൻ അപ്ലൈ ചെയ്തില്ലല്ലോ, നമ്മൾ വിളിക്കില്ലല്ലോ നേരിട്ട്, അപ്ലൈ ചെയ്യണ്ടേ? ഞാൻ പോകത്തൊന്നുമില്ല. അത്രയും ദിവസം ആ വീടിനകത്ത് ഇത്രയും എനിക്ക് നാക്കൊണ്ട് എനിക്ക് അതൊരു ചലഞ്ച് അല്ലേ? കാരണം ഒരു വ്യക്തി ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, മറ്റു സോഷ്യൽ മീഡിയസ് ഇല്ല. എനിക്ക് ഒരു ദിവസം സീരീസിന്റെ ഒരു എപ്പിസോഡെങ്കിലും കണ്ടേ പറ്റും, നിർബന്ധം. അല്ലാതെ ഈ റൂമിനകത്ത് 40 ദിവസം താമസിക്കാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പോകത്തില്ല. ഇന്നേ ഇവര് പോകത്തില്ല. ഞാൻ പോവാണ്, ഇതിനെ കാണുന്നത് ലുലു മാളില് തുണിയില്ലാതെ നടക്കുന്നതായിരിക്കും. ഈ അഖിൽമാരർ കഴിഞ്ഞ സീസണില് അഖിൽമാരൊക്കെ ഭയങ്കര പെർഫോമൻസ് നടത്തിയ ആളാ. അഖിൽമാരർ ഭയങ്കര ഗെയിമർ അല്ലേ? ഞാൻ പറയട്ടെ, ആ ഒരു ബിഗ് ബോസ് സീസണിനകത്ത് അഖിൽമാരറിനെ പോലത്തെ ഒരു പ്ലെയർ അതിനകത്ത് വേറെ ഇല്ല. അഖിൽമാർ അറിയാറില്ല, ഭയങ്കരമായിട്ടുള്ള വാക്ചാതുര്യമുണ്ട്, നല്ല പോലെയുള്ള എന്താണ് പറയണേ, മറ്റേ പറയണ കുതന്ത്രോ, കാവടിയില്ല, കുതന്ത്രം, എന്താ കുതന്ത്രമുള്ള ഒരാളായിരുന്നു അഖിൽമാരാര്. ശരിക്കും പറഞ്ഞാൽ അത് മുമ്പത്തെ സീസൺ, കഴിഞ്ഞ സീസണിൽ മുമ്പത്തെ സീസൺ ശരിക്കും അതിനകത്ത് തന്നെ റോബിനായിരുന്നു ജയിക്കേണ്ടിരുന്നത്. പക്ഷെ പുള്ളിക്ക് എന്തോ അല്ലേ, അതെങ്ങനെ ലിമിറ്റ് ആയ കണ്ണില് അല്ല അതല്ല അടിച്ചത് ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ റോബിൻ കൊണ്ടുപോയനെ ആക്ടിവിറ്റി ഭയങ്കര കൂടിപ്പോയി. ഒന്നാമത് റോബിന് പബ്ലിസിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പുള്ളി തോറ്റുപോയി. എങ്ങനെ എലിമിനേറ്റ് എനിക്കറിയില്ല, എന്തോ ഒരു അടി നടന്നൊക്കെയാ പറയുന്നത്. ഇപ്രാവശ്യം താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് കേട്ടത് വെച്ചാൽ റോബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നതാ. അപ്പൊ ഇപ്പൊ റോബിൻ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ താങ്കൾ കാണുമോ? അങ്ങനെ വരുമോ? ഞാൻ കാണത്തില്ല, എന്തായാലും കാണത്തില്ല. എനിക്ക് ഇതിനേക്കാളും നല്ല 2 എപ്പിസോഡ് വേറെ കാണാൻ പറ്റും, സീരീസ് കാണാൻ പറ്റും. എല്ലാ ഈ സാധനം കാണേണ്ട ആവശ്യമില്ല. ലാലേട്ടന് ഇത് നിർത്തണം തോന്നുന്നുണ്ടോ ഈ പരിപാടി? എനിക്കറിയത്തില്ല ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ചവറ് പരിപാടിക്ക് പോകണം. കാണുമ്പോൾ ഗതികേട് വേറെ ഒന്നുമില്ല. ലാലേട്ടൻ ഇങ്ങനെയുള്ള പരിപാടി എടുക്കരുതെന്നാണ് താല്പര്യം. ലാലേട്ടൻ നല്ല സിനിമകൾ ചെയ്യണം എന്റെ ആഗ്രഹം. എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് നല്ല സിനിമകൾ തന്നെ വരണം. ഇതിനെന്തൊക്കെയാ ഈ ചവറ് സാധനത്തിലേക്ക് എന്തിനൊക്കെ പോയി പുള്ളി നിൽക്കണം. തമിഴിലൊക്കെ മറ്റേ കമലഹാസനൊക്കെ നിൽക്കുന്നുണ്ടല്ലേ? എനിക്കറിയില്ല. തമിഴിനേക്കാളും മെച്ചമാണ് ബിഗ് ബോസ്. തമിഴ് കാണാറില്ലുണ്ടോ? ഇല്ല. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ മോഹൻലാൽ നിൽക്കാൻ പാടില്ല? നിൽക്കാൻ പാടില്ല, അത് പുള്ളിയുടെ ഇഷ്ടമല്ലേ.
ഞാൻ ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലാണ് പറഞ്ഞത്. ബിഗ് ബോസിനകത്ത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ വീട്ടില് എന്തെങ്കിലും വിഷയം നടക്കുക, അടി നടക്കുക, ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ കൈ കെട്ടിയിരുന്ന് നോക്കുക എന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, അത് ഉപയോഗപ്പെടുന്ന ഒരു പരിപാടി മാത്രമാണ് ബിഗ് ബോസ്. അതിലൊരു അവതാരകനാണത് മോഹൻലാലാന്നുള്ളത്. അതാണല്ലോ മലയാളികളുടെ ഒരു ത്വര കാണാനുള്ള. അതുകൊണ്ടാണ് ഈ പരിപാടി ഇട്ടാണോ. അപ്പുറത്തെ ഇടി കിടക്കുകയാണെങ്കിൽ നീ പോയി കൈയിട്ട് നോക്കത്തില്ലേ? അത്രേ ഉള്ളൂ. അവരുടെ കണ്ടന്റ് അതാണ്, പരസ്പരം ഇടിപ്പിക്കുക എല്ലാരും. ഈ ആറാട്ടെണ്ണനും അലിൻ ജോസും ഒക്കെ ശരിക്കും പറഞ്ഞാണല്ലോ, അലിൻ ജോസ് നല്ലൊരു കാൻഡിഡേറ്റ് ആവണമായിരുന്നു ബിഗ് ബോസിനകത്ത്. കാരണം ഒരുപാടുണ്ട്. അലിൻ ജോസ്, ഞാൻ പറയട്ടെ, അലിൻ ജോസ് എനിക്ക് റിയാലിറ്റിയിൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്, റീൽ അല്ലാതെ. അലിൻ ജോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ കുതന്ത്രം, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, കുബുദ്ധി, ഈ വളഞ്ഞ വഴിയിലൂടെ മനഃപൂർവ്വം ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത പല ഇന്റർവ്യൂവിലും ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രേക്ഷകരെ പറ്റി. പുള്ളിയുടെ ആ ഒരു സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ വിജയിച്ചില്ല. കാരണം ഈ സാധനം ബിഗ് ബോസിലോട്ട് പറ്റിയാൽ മതി, അടുക്ക കഴിഞ്ഞത് ഇതുപോലെ പറ്റാന്നുള്ളതല്ല പരിപാടി. അല്ലാതെ എക്സ്പോസ് ആവുന്നുള്ള രണ്ടത്തെ കാര്യ, എക്സ്പോസ് ആവുന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അലൻ ജോസിനെ പോലത്തെ ഒരാള് അവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ അലൻ ജോസിന് കുതന്ത്രം ചെയ്യിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെല്ലാരും വളഞ്ഞിട്ട് പെരേര വന്നാൽ നിങ്ങൾ കാണോ പരിപാടി? ഞാൻ ചത്താലും കാണത്തില്ല. ഞാനിതിലോട്ട് കണ്ടല്ല, പെരേര വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കാണും. കാരണം ഇത്ര കഴിവുള്ളതും ഇത്ര ഗ്ലാമർ, ഭാഷാശുദ്ധി, എഡ്യൂക്കേഷൻ, ഇതെല്ലാം കഴിവ്, ഡാൻസ് ഇത് ആർക്കുണ്ട്? ബിഗ് ബോസിനകത്ത് രാവിലെ ഡാൻസ് പാട്ട് പ്ലേ ചെയ്യണ്ട, പുള്ളി പാടിക്കോളും. മ്യൂസിക്കിന് കാശ് കൊടുക്കണ്ട, ബിഗ് ബോസിന് സുഖമാണ്. മോഹൻലാലിന് വരെ മ്യൂസിക് അയാൾ ഇട്ട് കൊടുക്കണം. ഇത്രയ്ക്ക് നല്ല കണ്ടസ്റ്റന്റ് വേറെ ആരും കിട്ടണ്ട. പെരേര പോലെ കഴിവുള്ളവരാരും എടുക്കില്ലല്ലോ. വേറെ കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഈ ആറാട്ടനെ അറിയുന്നത് ഇതുപോലത്തെ ചില ട്രോളൊക്കെ ആയിരിക്കും. എനിക്ക് റിയാലിറ്റിയിൽ അറിയാവുന്ന ഒരാളാണ് പുള്ളിക്ക്. ഞാൻ വിചാരിച്ചു കൊടുത്തോളം ഒരുപാട് അറിവുള്ള ഒരാളാണ്. നമ്മളെ വേറെ കാര്യം കോമളയാക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ആള് PhD എടുക്കാൻ ശ്രമിക്കാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് അറിവുകളാണ്. ഞാൻ സന്തോഷം എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ സിനിമയുടെ പിന്നാലെ പോവല്ലേ കോമള ആകല്ലേ. ഒരുപാട് പുള്ളിയുടെ ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലാണ്. നമ്മൾ പല ആർഗ്യുമെന്റ്സ് ഒക്കെ പോകാറുണ്ട്. പുള്ളി ബിഗ് ബാങ് തിയറി പുള്ളി അംഗീകരിക്കുന്നില്ല, ബിഗ് ബാങ് തിയറി അംഗീകരിക്കുന്നില്ല. പുള്ളി വേറെ തിയറിയൊക്കെ പഠിക്കും, പുള്ളി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് തിയറിയൊക്കെ പറഞ്ഞേക്കുന്നത്. അത്രയ്ക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഇയാളെ ട്രോളിന് മാത്രമേ സന്തോഷിനെ കാണുന്നുള്ളൂ, അല്ലാത്തുള്ള വീഡിയോസ് ഒക്കെ പുള്ളി പറയണ്ടല്ലോ. പുള്ളി ഒരു ഫിലോസഫറാന്ന് പറയണ്ടല്ലോ, സ്വയം പറയുന്നുണ്ട് ഫിലോസഫറാണ്. സയൻസിന് മുമ്പ് ഫിലോസഫി ആയിരുന്നു, സയൻസ് പിന്നീട് ഉണ്ടാവണേ. പിന്നീടുണ്ടായതാണ്. ചില വാദങ്ങൾ എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന് ആ ചിന്താഗതിയൊക്കെ അപ്രീഷിയേറ്റബിൾ ആണ്. ബിഗ് ബോസ് വരരുത്. കാരണം എന്താ അറിയാമോ, ഈ ചളി പരിപാടിക്ക് ഇത്ര ഐഡിയ ഉള്ള ഒരാളെ കൊണ്ടുവരരുത്. ഇത്ര സെലിബ്രിറ്റി ആളെ കൊണ്ട്, സെലിബ്രിറ്റി അല്ലടാവോ, ഇയാളുടെ അറിവ് അവിടെ കൊണ്ട് നശിപ്പിക്കരുത്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പറയാ, അവിടെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. എല്ലാരും കൂടെ ഇയാളെ തിന്നത്തുള്ളൂ. മറുപടി പറയാൻ അറിയുന്ന ഒരാളല്ല. പുള്ളി നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ ബിഗ് ബോസിനകത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ അവിടെ വേണ്ട. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ആറാട്ടനെ സന്തോഷം ഇറക്കി അയാളെ പലരും അംഗീകരിക്കുന്നില്ല അല്ലേ? സന്തോഷം ഇറക്കില്ല, അതിന്റെ കോമഡി പീസായിട്ട് പലരും കാണുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാളവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പെരേരാണെങ്കിൽ പിടിച്ചു. അതാ പറഞ്ഞ, പെരേര മനഃപൂർവ്വം വരലാൻ വേണ്ടി ശ്രമിച്ച് പ്രസംഗം പറഞ്ഞ് ഡാൻസ് കളിച്ച് പാട്ടും പാടി വന്ന ഒരാളാണ്. അയാൾ പറ്റും. മൊത്തത്തില് ലാഭമാണ് അവർക്ക്, കോസ്റ്റ്യൂമ് ലാഭം, ഇത്രക്കും ലാഭം കിട്ടും. വേറെ ആർക്കെങ്കിലും പറ്റും? ബിഗ് ബോസിൽ ഏതെങ്കിലും കണ്ടസ്റ്റ് പറ്റും അത്ര ലാഭിക്കാൻ? ഇല്ല. മോഹൻലാൽ നമുക്ക് എന്തായാലും അവരെ ഒരു ഗസ്റ്റ് അശ്വിൻ കൊക്കോന്നൊക്കെ ഇടുമായിരിക്കും. അശ്വിൻ കൊക്കിന് പേടിയല്ലേ? അശ്വിൻ കൊക്കിന് പേടിയാ. കാരണം പുള്ളിക്ക് ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള പരിപാടി ചെയ്യാൻ താല്പര്യം. ചെകുത്താനായിരുന്നെങ്കിലും മോഹൻലാലിനെ എങ്ങനെ ഫീസ് ചെയ്യും? അയ്യോ, വേറൊരു കാര്യമുണ്ട്, പുള്ളി കെട്ടിപ്പിടിക്കും. ലാലേട്ടൻ കെട്ടിപ്പിടിക്കും. അണ്ണനാണെങ്കിലും പ്രശ്നമുണ്ടോ? അണ്ണനും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചെകുത്താനാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെകുത്താൻ ലാലേട്ടനെ കാണുമ്പം ഈ ഇവിടെ പറയുന്ന പോലെ പറയും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ പോയിട്ട് അവിടെ പൂജിക്കൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരൻ, ഞാൻ പറയട്ടെ,
റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും പുള്ളി. ലാലേട്ടൻ തിരിച്ച് റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യും. എന്ത് തോന്നുന്നു? അല്ല അതൊരു ലാലേട്ടൻ പറയായിരിക്കും മന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അല്ല ഒരു പബ്ലിക് ആയിട്ട് ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ കാല വരി താഴ്ത്തിട്ടടിക്കാൻ പറ്റുമോ? അല്ല ബിഗ് ബോസിനകത്ത് കളിക്കാൻ പറ്റുമോ ഇവിടെ വിജയത്താന്? കളിക്കാൻ പറ്റും, പക്ഷെ ബിഗ് ബോസ് ചെകുത്താൻ ഈ ചോറ് പരിപാടിക്ക് പോകത്തില്ല. അല്ല ശരി അതല്ല വിളിച്ചാൽ പോവെന്ന് എനിക്ക് തോന്നുന്നത്. പോകില്ല, സാധ്യത കുറവാ. എനിക്ക് തോന്നുന്നു പോകുന്നു തോന്നുന്നത്. വിളിച്ചാലും പോകത്തില്ല. ഈ 90 ദിവസം അടച്ചു കൂട്ടിയിട്ട് കിടക്കാൻ ഒരു ദിവസം കിടന്ന അത് നടക്കത്തില്ല. പക്ഷെ അശ്വന്ത് കോക്കിനെ വിളിക്കാത്തോണ്ടാണ് നെഗറ്റീവ് പറഞ്ഞത്. അല്ലടോ, കോക്ക് മാത്രമല്ല ചെകുത്താൻ ഇതുപോലെയുള്ള ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോക്കും പോയിട്ടുണ്ട്, ചെകുത്താനും പോയിട്ടുണ്ട്. അന്ന് ഇവര് സെലക്ട് ചെയ്തിട്ടില്ല. അതിലെന്തോ കാരണം പറഞ്ഞു, എന്തോ സാധനം ചെയ്യാണെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. ഇവരൊക്കെ നെഗറ്റീവാന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ കൊണ്ടുവന്ന കണ്ടസ്റ്റന്റ് എന്താ അത്ര ഗുഡാണ്? അല്ല നിലവില് അത്ര ഗുഡാണ്. ബിഗ് ബോസിൽ ഇപ്പൊ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ്? ശരിക്കും ഇപ്പൊ നല്ല കണ്ടസ്റ്റൻസ് എന്ന് പറയാനായിട്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് മിസ്റ്റർ കേരളയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ആളെ ഒരു ജിമ്മെന്നല്ല. പിന്നെ ജാൻമണി ഉണ്ട്, രതീഷ് ഉണ്ട്, പിന്നെ നമ്മള് അൻസിബ, സിജോ, അൻസിബ മറ്റേ ലാലട്ടന്റെ അതെ 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 നമ്മള് ദൃശ്യം സിനിമയിലെ അല്ല ഇതൊക്കെ എന്തുണ്ടെങ്കിലും അവിടെ റിയൽ ക്യാരക്ടർ അല്ല, അഭിനയമല്ല. ഇപ്പൊ റിയൽ ക്യാരക്ടർ അവർ സ്വഭാവം എന്തായാലും പുറത്തെടുക്കോ. ഇവിടെ എങ്ങനെ പോയാലും ഈ ക്യാമറ കാണുമ്പോ എത്ര കാലം അഭിനയിക്കും? അല്ല കുറച്ച് കഴിയുമ്പോ വായിന്നുള്ള കൂടുതൽ പുറത്തു വരും. അതുകൊണ്ട് മറ്റുള്ള അഖിൽമാരുടെ വായിന്ന് വന്നില്ല അറിയാതെ. നെഗറ്റീവ് അല്ല, എല്ലാവരും പോസിറ്റീവ് ഫുൾ പോസിറ്റീവ്. പലരുടെ സമയത്ത് വായിന്ന് വന്ന് പലതും വന്നേക്കാം. അതെല്ലാം ക്യാമറ പകർത്തിയെടുക്കും. ഫുൾ വി ആർ എക്സ്പോസ്. അതെ അതെ അതെ. കാരണം മനുഷ്യന് എപ്പോഴും റീലിന്റെ മുന്നിൽ നിൽക്കാന്ന് പറയാൻ നടക്കില്ല. റിയൽ ആണ്, മനുഷ്യനാണ്. നമ്മൾ പലതും പല സമയത്തും പലതും വരും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കും. ഈ 24 hours ക്യാമറ ഇതെല്ലാം അത് അവര് ബിഗ് ബോസ് കണ്ടന്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എഴുതി കൊടുത്തിട്ടാ കയറണത്. ഓക്കെ.